ഗുഡ് മോർണിംഗ് ശ്രീ സിബി മലയിൽ. ഈ ഗുഡ് ഹാൽ മോർണിംഗ്. സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്ന വിചിത്രമായ ചില തീരുമാനങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ. രണ്ട് തരത്തിലാണ് സിനിമയിലെ സീനുകൾ കട്ട് ചെയ്യാൻ പറയുന്നത്. അതിൽ ബീഫ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു, ധ്വജപ്രണാമം പറയാൻ പറ്റില്ല. മറ്റൊന്നുകൂടിയുണ്ട്, ഹോളി ഫാമിലി എന്ന ബസ് കാണിക്കുന്ന ഭാഗം കട്ട് ചെയ്യണം, താമരശ്ശേരി ബിഷപ്പ് ഹൗസ് എന്ന ബോർഡ് മാറ്റണം. ഇങ്ങനെയൊക്കെ ആയാൽ സിനിമ എങ്ങനെ എടുക്കും? അതാണ് നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ. നമ്മുടെ എല്ലാ ഉള്ളിൽ ഉയർന്ന ചോദ്യവും അത് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ ഒന്നാമത് ഇത് റീജിയണൽ സെൻസർ ബോർഡിൽ നിന്നും യു സർട്ടിഫിക്കറ്റ് കൊടുത്ത് പാസ്സായ ഒരു ചിത്രമാണ്. ഉം. അത് വീണ്ടും സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോവുകയും അവിടെ നിന്നൊരു മറുപടി കിട്ടാതിരിക്കുകയും പടത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആണത് വീണ്ടും സിനോപ്സിസ് വായിച്ചിട്ടാണ് ആദ്യം ഇത്രയും കട്ടുകൾ വരുന്നത്. അപ്പൊ ഇത് ഒരു ചിത്രം കാണാതെ തന്നെ അത് നിഷേധിക്കാനുള്ള ഒരു നടപടികളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അത് നമുക്ക് ആദ്യത്തെ തവണയല്ല, ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയതല്ല. അന്ന് നമ്മൾ ഇതിനെതിരായിട്ട് വളരെ ശക്തമായ ഒരു പ്രതികരണം നടത്തുകയും കേന്ദ്ര ഗവൺമെന്റിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് നമ്മൾ ഇനി സിനിമയിൽ ഏത് ഭക്ഷണം കാണിക്കാം അല്ലെങ്കിൽ ഏത് വാക്കുകൾ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്കൊരു അവരുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം കിട്ടിയാൽ അത്തരത്തിൽ നമുക്ക് ഈ നിർമ്മാതാവ് പണം മുടക്കി സിനിമ എടുത്ത ശേഷം ഇതെല്ലാം കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഇത് റിലീസാകാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാമല്ലോ. ശ്രീ സിബി മലയിൽ, നിങ്ങൾ അന്ന് പ്രതിഷേധിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ പ്രതിഷേധം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കൽ, അത് ആ രൂപത്തിൽ പോരാ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? കാരണം ഓരോ സിനിമ എടുക്കുമ്പോഴും ഓരോ സംവിധായകരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ വിഷയം എന്ന നിലയ്ക്ക് കോടതിയെ സമീപിക്കുക എന്നത് പ്രായോഗികമല്ലല്ലോ. ഇതിപ്പോൾ ആർക്കും സംഭവിക്കാവുന്നതാണ്. ഇനി ഏത് സിനിമ എടുക്കുമ്പോഴും ഇത് സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഥകൾ എടുക്കുന്നതിൽ കൂടി ഈ പറയുന്ന നിയന്ത്രണങ്ങൾ വരേണ്ട സാഹചര്യം വരും, കഥകൾ പറയാൻ പറ്റാത്ത സാഹചര്യം വരും. ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഒരുമിച്ച് കുറച്ചുകൂടി വിപുലമായ രീതിയിലുള്ളൊരു പ്രതിഷേധ പരിപാടിയോ അല്ലെങ്കിൽ പ്രതിഷേധ നിലപാടത് ശക്തമായി അറിയിക്കാനുള്ളൊരു രീതിയിലേക്ക് കടക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഇത് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ആ രീതിയിൽ ശക്തമായ ഒരു നിലപാട് തിരുവനന്തപുരത്തെ സർട്ടിഫിക്കേഷൻ ബോർഡ് ഓഫീസിന് മുമ്പിൽ തന്നെ നമ്മൾ എല്ലാവരും ചേർന്നൊരു പ്രതിഷേധ ദിവസം നടത്തിയതാണ്. ഒരു മുഴുവൻ ദിവസവും അവിടെ നമ്മൾ അത്തരത്തിലുള്ള പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചതാണ്. അതിനുശേഷമാണ് കേന്ദ്ര ഗവൺമെന്റിനും നമ്മൾ എല്ലാവരുടെയും കൂടെ റെപ്രസെന്റേഷനായിട്ട് അത് അവിടെ കേന്ദ്രമന്ത്രിക്ക് അത് കൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ അത് എത്തിച്ചത് ശ്രീ സുരേഷ് കുമാറാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത ശേഷവും വീണ്ടും ഇത് മലയാള സിനിമയിലേക്ക് മാത്രമാണ് ആവർത്തിച്ചു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മറ്റൊരു ഭാഷയിലെ ചിത്രങ്ങൾക്കും ഇത്തരത്തിലുള്ള എന്താണ് നിയന്ത്രണങ്ങൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് പേരുകൾ ഉപയോഗിക്കുന്നതിൽ, കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ, വാക്കുകൾ ഉപയോഗിക്കുന്നതിലൊക്കെ ഇത്തരം നിയന്ത്രണം വരുമ്പോൾ ഇത് സർട്ടിഫിക്കേഷൻ ബോർഡ് എന്ന് പറയുന്നതിന് പകരം ഇത് പൂർണ്ണമായിട്ട് ഒരു സെൻസർ ബോർഡ് മാത്രമായി മാറുന്ന ഒരവസ്ഥയാണ്. ഒരു റീജിയണൽ ഓഫീസർ ആവശ്യമില്ല ഒരു സൂചനയാണ് ഇതിന് കിട്ടുന്നത്. കാരണം റീജിയണൽ ഓഫീസിനൊരു തീരുമാനമെടുത്താൽ അതിനെ മറികടക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഒരു ഇവിടുന്ന് ഒരു പ്രൊഡ്യൂസറുടെ ഒരു ഭാഗത്തു നിന്നൊരു ആവശ്യം പോലും അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടിനെ എല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രദർശനത്തിനുള്ള അനുവാദം നിരസിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വളരെ ആശങ്ക ഉണർത്തുന്നതാണ്. അതിനെതിരെ ഇനി സിനിമാ സംഘടനകളെ ഒന്നിച്ചിരുന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തെ കാര്യങ്ങളെ ഇനി അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.